ഇപ്പൊ എത്തു എന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി നടക്കുന്നു? എന്താ ചോട്ടു എത്താത്തെ? ഇനി അധികം ദൂരമൊന്നുമില്ല, കുറച്ചും കൂടി ദൂരമുള്ളൂ. നിങ്ങൾ വേഗം നടക്കുന്നത്. ചോക്ലേറ്റ് വേണമെങ്കിൽ മതി. ചോട്ട് പറയുന്നത് സത്യമാണോ? മരത്തിൽ ചോക്ലേറ്റ് ഉണ്ടാകുമോ? മരത്തിൽ ചോക്ലേറ്റ് ഉണ്ടാവില്ല, പക്ഷെ ചോക്ലേറ്റ് ഉണ്ടാക്കണ കൊക്കോ മരമേ ഇതേ അപ്പുറത്തെ പറമ്പിലുണ്ട്. അങ്ങോട്ടാ നമ്മൾ പോണേ. അത് ഞാനും പഠിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ. കൊക്കോ മരത്തിൽ നിന്ന് ചോക്ലേറ്റ് ഉണ്ടാവണേ. ഇവൻ പറയണത് ശരിയാണെങ്കിൽ ആ മരത്തിൽ നിന്ന് കൊക്കോ പറിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ചോക്ലേറ്റ് ഉണ്ടാകും. നമുക്ക് എന്തായാലും പോയി നോക്കാം, അത് കഴിക്കാമല്ലോ. ചാരുവിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ. അവളെ ട്രോഫിയും കൊണ്ട് വീട്ടിൽ പോയിട്ട് എന്തായെന്നാവോ? അതെന്താവാൻ, അവളുടെ അമ്മയുടെ അടുത്ത് വലിച്ചെറിഞ്ഞ് കാണും. എന്തായാലും നമുക്ക് ആദ്യം കൊക്കോ മരത്തിൽ പോയി കൊക്കോ പറിക്കാം. എന്നിട്ട് ചാരുവിൻ്റെ വീട്ടിൽ പോയി അവൾക്ക് ഒരു കൊക്കോ കൊടുക്കാം. ട്രോഫി എന്ത് ചെയ്തെന്ന് ചോദിക്കുകയും ചെയ്യാം. ചോട്ടോ, എനിക്ക് വയ്യ, കാല് വേദനിക്കുന്നു. എവിടെയെങ്കിലും കയറിയിരിക്കാം. ശരിയാ, എനിക്കും കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. കൊക്കോ മരം ഒന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി. എൻ്റെ കാലം വേദനിക്കുന്നു. ദേ എല്ലാവരും അങ്ങോട്ട് നോക്കി, അവിടെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുത്താലോ? ഈ വീടോ? എവിടെ? നേരാണല്ലോ, ദേ അവിടെ ഒരു വീട് കിടക്കുന്നു. നമുക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് കൊക്കോ മരത്തിലേക്ക് പോകാം. എന്നാ ഞാൻ ആദ്യം പോയിട്ട് ഇരിക്കട്ടെ. എൻ്റെ കാല കൂടുതൽ വേദന എടുക്കണേ. നിങ്ങളെല്ലാവരും എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? വാ, നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാം. ചോട്ടു, ഈ വീട് കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയാകുന്നു. ഇതെന്താ ഇങ്ങനെ? ഒരുമാതിരി പ്രേത വീട് പോലെ ഉണ്ടല്ലേ? പിന്നെ പ്രേത വീട്, പ്രേതവും ഭൂതവും പിശാചൊന്നും ഇല്ല. ഇതാരും താമസിക്കാത്ത വീടാ, അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുന്നു. വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. കാല് വേദന ഉള്ളവരൊക്കെ വല്ലാത്തവരുടെ നിൽക്ക്. ചോട്ട് വരുന്നല്ലോ, കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നേ. വാ, നമുക്കും ഇരിക്കാം. കാല് വേദന അടിച്ചിട്ട് വയ്യ. അയ്യോ, ഇതെന്തൊരു കാറ്റായത്? അടിപൊളി കാറ്റ്. മതി മതി, ഒരു കാറ്റും കോളും. നമുക്ക് വീട്ടിൽ പോകാം. വാ. അയ്യോ, ആരോ ചിരിക്കുന്ന കേട്ടല്ലോ. ഇവിടെ ആരോ ഉണ്ട്, ഓടിക്കോ. അയ്യോ, അമ്മക്കുട്ടി പൊങ്ങി പോകുന്നു. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അയ്യോ അമ്മക്കുട്ടി, അമ്മക്കുട്ടി എങ്ങ വാ. അമ്മക്കുട്ടി എന്റെ കയ്യിലോട്ട് പിടിക്കാം. അമ്മക്കുട്ടി, അയ്യോ ഞാൻ പിന്നെയും പൊങ്ങി പോണേ. അയ്യോ, എന്നെ താഴെ ഇറക്കേ, താഴെ ഇറക്കേ. എടി ചോട്ടു, നിന്നോടല്ലേടാ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടേ? ഇത് കാണാൻ പ്രേത വീട് പോലെ ഉണ്ടെന്ന്. അമ്മക്കുട്ടിനെ താഴെ ഇറക്കടാ. അവൻ നോക്കി നിന്ന് കരയുന്നു. അയ്യോ നിത്യ ചേച്ചി, എന്നെ പിണങ്ങല്ലേ. എനിക്ക് പേടിയാവുന്നു ചേച്ചി, എനിക്ക് പേടിയാവുന്നു. ഇവനെല്ലാത്തിനും കാരണം ഈ ചോട്ടു ഇങ്ങോട്ട് വരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത്. പാവം അമ്മക്കുട്ടി, അവളെ താഴെ ഇറക്കടാ. അതിന് അമ്മക്കുട്ടിക്ക് പറക്കണമെന്ന് എപ്പോഴും പറയുമായിരുന്നില്ലേ? അവക്ക് പറക്കാൻ പറ്റിയില്ലേ? പിന്നെ എന്താ? ഇതേ ചോട്ടു, ഞങ്ങളെ കൊണ്ടൊന്നും പറയിക്കരുത്. അമ്മക്കുട്ടീനെ താഴെ ഇറക്കടാ. രക്ഷപ്പെട്ടു, അമ്മക്കുട്ടി താഴെ ഇറങ്ങിയല്ലോ. ഇതേ ചേച്ചിമാരെ നോക്കാം, അമ്മക്കുട്ടി താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആരും എന്നെ വഴക്കുറയാൻ നിൽക്കരുത്, കേട്ടല്ലോ? പറയണ കേട്ടാത്തതും നീയാണ് പൊക്കത്ത് കയറി അമ്മക്കുട്ടീനെ താഴെ ഇറക്കിയതെന്ന്. ഓ, ഞങ്ങൾ പേടിച്ചു പോയി. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വേഗം പോകാം. വാ. അയ്യോ, എന്നെ ഇട്ടിട്ട് പോകല്ലേ. അയ്യോ, എന്നെ ഇട്ടിട്ട് പോകല്ലേ. ഞാൻ ദേ പൊങ്ങിപ്പോയേ. അയ്യോ, ഇവനിതെങ്ങനെ പൊങ്ങിപ്പോയി? എന്തായാലും കുറച്ച് നേരം നീ പൊങ്ങി കിടക്കട്ടെ. അമ്മക്കുട്ടി പൊങ്ങിപ്പോയപ്പോ നീ എന്താ പറഞ്ഞത്? അവൾക്ക് പറക്കാൻ ഇഷ്ടമാണെന്നല്ലേ? നിനക്കും പറക്കണ്ടേ? നീ അവിടെ കിടന്ന് പറക്കട ചക്ക. അയ്യോ, അങ്ങനെ പറയല്ലേ. അയ്യോ, എന്നെ താഴെ ഇറക്കേ, എനിക്ക് പേടിയാവണേ. അയ്യോ, ചാകാൻ പോകുമ്പോ നോക്കി നിൽക്കല്ലേ ചേച്ചിമാരെ, എന്നെ എങ്ങനെയെങ്കിലും ഇറക്ക്. ഇവൻ തനിയെ ഇറങ്ങിയോ? ഞാൻ പേടിച്ചു പോയി. നിങ്ങൾ ആരും എന്നെ ഇറക്കാൻ സഹായിച്ചില്ലല്ലോ. അയ്യേ, എനിക്കുള്ള ധൈര്യം പോലും നിനക്കില്ലല്ലോ. ഇതേ നോക്കിക്കേ, ഇനി അടുത്ത ആള് പൊങ്ങിപ്പോണേ മുമ്പേ നമുക്കിവിടെ നോടി രക്ഷപ്പെടാം. നിന്റെ ഒരു കൊക്കോ പഴം, ഒരു പഴവും വേണ്ട, ഓടി വാ. എല്ലാവരും കൂടി ഇത് എങ്ങോട്ടാ? അവിടെ നിന്നേ. ഇതാരാ? വെള്ളാടി മുത്തിയോ? വെള്ളാടി മുത്തിയും കുത്തിയൊന്നും അല്ല, ഞാൻ ഈ വീട്ടിലെ മുതലാളിയാ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ എന്റെ വീട്ടിൽ കയറിയത്? അയ്യോ അമ്മാമേ, അയ്യോ അമ്മാമേ, ഞങ്ങൾ വീട്ടിനകത്ത് കയറിയില്ല. നടന്ന് കാല് കഴിച്ചപ്പോ ഈ പടിയിലിരുന്നതേ ഉള്ളൂ. വീട്ടിനകത്ത് കയറിയോ മോഷ്ടിച്ചോ എന്ന് ആർക്കറിയാം. എന്തായാലും ഞാൻ വീടൊന്ന് തുറന്ന് നോക്കട്ടെ, എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോന്ന്. അത് കഴിഞ്ഞ് നിങ്ങൾ പോയാൽ മതി. മോഷ്ടിക്കാനോ? ഞങ്ങളോ? വെറുതെ പറയല്ലേട്ടോ അമ്മാമ്മേ, ഞങ്ങൾ കുറുനരിയൊന്നും അല്ല ഡോറയുടെ മോഷ്ടിക്കാൻ. തമാശയൊന്നും ഇങ്ങോട്ട് വേണ്ട മക്കളെ. അനുസരിച്ചില്ലേ ഞാൻ പോലീസിനെ വിളിക്കും. അയ്യോ, പോലീസോ? പോലീസിനെ വിളിക്കല്ലേ, ഞങ്ങൾ അനുസരിക്കാം. എന്നാൽ നിങ്ങൾ എൻ്റെ വീടിനകത്തോട്ട് കയറ്, എന്നിട്ട് അവിടെ ഇരിക്കുക. എന്തെങ്കിലും നഷ്ടപ്പെട്ടോന്ന് ഞാൻ നോക്കട്ടെ, അത് കഴിഞ്ഞ് നിങ്ങളെ വിടാം. ഞങ്ങൾ എന്തിനാ വീട്ടിനകത്തോട്ട് കയറണേ? ഞങ്ങൾ ഇവിടെ നിന്നോളാം. നിങ്ങൾ പോയി നോക്കിയിട്ട് എൻ്റെ വെള്ളാടി മുത്തി. നീ ഏതാടെ പേട്ടത്തലയാ? ഇനി എന്നെ വെള്ളാടി മുത്തി എന്ന് വിളിച്ചിട്ടുണ്ട് അറിയാം. എല്ലാവരും വീടിനകത്തേക്ക് കയറ്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കണോ? അയ്യോ, പോലീസോ? വേണ്ട, നമുക്ക് കുറച്ചേരം ഇവരുടെ വീട്ടിൽ കയറിയിരിക്കാം. നമ്മളൊന്നും മോഷ്ടിച്ചില്ലെന്ന് കരുതുമ്പോൾ ഇവള് വെറുതെ വിടുവൽ. അയ്യോ പോലീസോ, അത് വേണ്ട, നമുക്കിവരുടെ വീട്ടിൽ കയറിയിരിക്കാം. ഇവര് നമ്മളെ ഒന്നും മോഷ്ടിച്ചില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ വെറുതെ വിടുവല്ലോ. അപ്പൊ പോകാം, വാ. അങ്ങനെ വഴിക്ക് വാ എൻ്റെ പിള്ളേരെ. എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് കയറാ വേഗം.
ഈ മന്ത്രവാദിനി അമ്മൂമ്മയോടാ അവരുടെ കളി. 5നെ മന്ത്രവാദം ചെയ്യുന്നുണ്ട് ഞാൻ. 5 മണ്ടം പിള്ളേര്.